മകൾ വേദിയിൽ കഥകളി സംഗീതം ആലപിക്കുമ്പോൾ ഇങ്ങിപ്പുറത്ത് കാണിയായി ഒരാളുണ്ട്. ശ്രീനന്ദനയുടെ അച്ഛനും ഗുരുവുമായ കലാമണ്ഡലം രാജീവൻ. മകൾ ഇനിയും വേദികൾ കീഴടക്കട്ടെ എന്നാണ് ഈ അച്ഛന്റെ പ്രാർത്ഥന. മകളെ കഥകളി സംഗീത ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയ കലാമണ്ഡലം രാജീവന് എന്നും അഭിമാനം. മകൾ വേദിയിൽ ചേങ്ങിലയടിക്കുമ്പോൾ ആ നെഞ്ചിലൊരു പിടപ്പാണ്, പിന്നെ മനം നിറഞ്ഞ പ്രാർത്ഥനയാണ്. കഥകളി സംഗീതം അച്ഛന്റെ കീഴിൽ പഠിച്ച് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കാനായതിന്റെ സന്തോഷത്തിലാണ് ശ്രീനന്ദന. ഇത് 2ാം തവണയാണ് ഈ മിടുക്കി കലോത്സവത്തിൽ എ ഗ്രേഡ് നേടുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. അച്ഛൻ തന്നെ ഗുരുവായിട്ട് നിന്ന് പഠിപ്പിക്കുമ്പം സന്തോഷമുണ്ട്. എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല കഥകളി പഠിക്കുക എന്നുള്ളത്. അപ്പം അച്ഛൻ തന്നെ പഠിപ്പിക്കാനുള്ള സന്തോഷമുണ്ട്. ഇതെൻ്റെ 2ാമത്തെ വർഷമാണ് കഥകളി സംഗീതത്തിൽ. എൻ്റെ 2ാമത്തെ വർഷമാണ്. 9ൽ ഞാൻ സ്റ്റേറ്റിൽ എ ഗ്രേഡ് വാങ്ങിച്ചിട്ടുണ്ട്. നീണ്ട 42 വർഷത്തെ കഥ പറയാനുണ്ട് ഈ കഥകളി കലാകാരനായ അച്ഛന്. തന്റെ കലോത്സവ ഓർമ്മകളും വിശേഷങ്ങളും പങ്കുവെക്കുന്നുണ്ട് രാജീവൻ. മകളുടെ നേട്ടത്തിൽ അണപൊട്ടിയ സന്തോഷം പ്രകടിപ്പിക്കുകയാണ് ഈ അച്ഛൻ. ഞാൻ പണ്ട് 85 മുതൽ 89 വരെ മത്സരത്തിൽ എല്ലാ വർഷവും കഥകളി മത്സരത്തിൽ പങ്കെടുത്ത ആളാണ്. അന്ന് കുറച്ചുകൂടെ മത്സര മനോഭാവം ഉണ്ടായിരുന്നു, കുറച്ചുകൂടി രസകരമായിരുന്നു, കുറച്ചുകൂടി നമുക്കൊരു പ്രത്യേക സുഖം തോന്നിക്കും. എനിക്ക് തോന്നുന്നു പഴയ ഓർമ്മകളൊക്കെ സുഖങ്ങളാണല്ലോ, അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ. ഇപ്പോഴും വളരെ സജീവമാണ്. എങ്കിൽ തന്നെയും നമുക്കെപ്പോഴും നമ്മുടെ ആ സമയത്തായിരിക്കും കൂടുതൽ സന്തോഷം തോന്നുമെങ്കിലും ഇപ്പോഴും വളരെ സ്പിരിറ്റോടുകൂടി പങ്കെടുക്കുന്ന മിടുമിടുക്കികളായ കുട്ടികൾ, പാടുന്ന കുട്ടികളൊക്കെ നല്ല ധാരാളമുണ്ട്. കഥകളിക്കാണെങ്കിൽ തന്നെ നല്ല ധാരാളം കുട്ടികൾ വളരെ കഷ്ടപ്പെട്ട് ഇതിനു വേണ്ടി സ്ട്രെയിൻ ചെയ്യുന്ന കുട്ടികളുണ്ട്. തീർച്ചയായും അത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. കഥകളി സംഗീതം മാത്രമല്ല, കഥകളിയിലും അച്ഛന്റെ ശിഷ്യത്വം നേടുന്നുണ്ട് ശ്രീനന്ദന. അന്യം നിന്നു പോകുന്ന ഇതുപോലെയുള്ള കലകൾ തലമുറകൾ കൈമാറട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അച്ഛന്റെ കൈയും പിടിച്ച് അവൾ നടന്നു നീങ്ങുകയാണ് കഥകളിയുടെ വേറിട്ട തലങ്ങൾ കീഴടക്കാൻ. ക്യാമറമാൻ പ്രദീപ് വാളത്തുങ്കലിനൊപ്പം അഭിരാമി ശർമ്മ, അമൃത ന്യൂസ്, കൊല്ലം.